ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തട്ടുദോശ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഇന്ന് ഞാനിവിടെ നാടൻ രീതിയിലുള്ള ഒരു തട്ടുദോശയും ഒരു തക്കാളി ചട്നിയുമാണ് കാണിക്കുന്നത്. എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് വിറകൊക്കെ അടുപ്പി വെച്ച് അടുപ്പൊന്ന് കത്തിച്ച് റെഡിയാക്കി എടുക്കാവേ. തട്ടുദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാൽ ഈ തക്കാളി ചട്നി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിയും നല്ലൊരു ഫ്ലേവറുമാണ് ഇതിൽ കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് പാത്രം അതിലേക്ക് വെച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കുവാണേ. എണ്ണയൊക്കെ തൂത്ത് ചട്ടിയൊന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ തലേദിവസം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവ് കുറേശ്ശെയായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് പരത്തണേ. ഒരുപാട് വലിയ രീതിയിൽ പരത്തരുത് കേട്ടോ, അന്നേരം വലിയ ദോശയായിപ്പോവും. നമ്മൾ തട്ടുദോശയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ ചെയ്തതുപോലുള്ള സപ്പോർട്ട് എനിക്ക് ഈ വീഡിയോയ്ക്കും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ദോശ ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തിരിച്ചിടാം. എന്നിട്ട് ആ വശവും കൂടി ഒന്ന് നോക്കുമ്പോൾ നമുക്കത് ഇതൊക്കെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് പതുക്കെ ഓരോ ദോശയായി ചുട്ടെടുത്ത് വെക്കാം കേട്ടോ. ദോശ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് നമുക്ക് കിട്ടുന്നത്. ആ മണം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? പണ്ട് കാലത്ത് നമ്മൾ ചായക്കടയിൽ നിന്നുമൊക്കെ മേടിക്കുന്ന ദോശയില്ലേ, അതിൻ്റെ മണം പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് പെട്ടെന്ന് കൂടി വരും കേട്ടോ. കൂട്ടുകാരെ, എൻ്റെ പനിയൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ക്ലിയറായി വന്നിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മൾ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ആഹാരങ്ങളെല്ലാം നമുക്കൊരു പ്രത്യേക രുചിയായിട്ട് തോന്നാറില്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് അതൊന്ന് അറിയിക്കണം കേട്ടോ. ഇന്ന് എന്തായാലും നല്ലൊരു പ്രകൃതിയാണ് കേട്ടോ. ഇവിടെയൊക്കെ സൂര്യഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചെന്ന് തോന്നുന്നു. നല്ലൊരു വെട്ടവും വെളിച്ചവും ഒക്കെ വന്നിട്ടുണ്ട്. അത് കാരണം ഇന്ന് എനിക്ക് ഇരട്ടി ജോലിയാണ് കേട്ടോ. തുണി കഴുകണം, ഉണക്കണം, എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കണം. അതൊക്കെ ചെയ്യാൻ ഈ കാപ്പിയുടെ പരിപാടി കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ ദോശയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. അതിനായിട്ട് 2 തക്കാളി, ഒരു പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചുമന്നുള്ളി, ഇതൊക്കെ വേണം ഇതിന് കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. ഈ ചട്നിക്കൊരു പ്രത്യേക രുചിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മല്ലിയിലയാണ്. അത് ഇംഗ്ലീഷ് മല്ലിയില എന്ന് പേരുള്ളൊരു മല്ലിയിലയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മല്ലിയില എല്ലാവർക്കും ഉണ്ട്. എന്നാൽ എനിക്കതില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഇംഗ്ലീഷ് മല്ലിയില എന്ന ഈ ഇല എടുത്തത് കേട്ടോ. ഇത് നല്ല ഗുണമുള്ളൊരു മല്ലിയിലയാണ്. തക്കാളി ചട്നി ഞാൻ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് അടുപ്പത്ത് പാചകം ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ. കാരണം എപ്പോഴും നമുക്ക് ഗ്യാസ് ഒന്നും ഉണ്ടായെന്ന് വരത്തില്ലല്ലോ. എനിക്ക് വലിയ ഇഷ്ടമാണ് അടുപ്പത്ത് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ തക്കാളി ചട്നിക്ക് വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. എണ്ണയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിടി പൊട്ടുകടല ഇട്ട് കൊടുക്കാവേ. ഞാൻ എൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിക്കണം കേട്ടോ. ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചുവന്നുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാമേ.
ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഏത് സാധനം വഴറ്റാൻ വെച്ചാൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താണ് വഴറ്റുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും കേട്ടോ. ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തിക്ക് ഏറ്റവും നല്ല രുചി നൽകുന്ന മല്ലിയില ഉണ്ടല്ലോ, അത് അരിഞ്ഞ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. എല്ലാം നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി താത്തിറക്കി വെക്കാം. ഇനി ഈ കൂട്ട് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് അടിച്ചെടുത്ത തക്കാളി ചട്നിയാണിത്. നല്ല കുഴമ്പ് രൂപത്തിലാണ് അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശയും ചട്നിയും എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് ദോശയിലേക്ക് പകർന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഞാൻ ഒന്നുകൂടി എല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുകയും വേണം. പുതിയതായിട്ടാണ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടണം. അങ്ങനെ ചെയ്തിടുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.